ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാൻബീസ് മീഡിയ. നമ്മൾ വീണ്ടും ഒരു പ്ലാൻ ഹണ്ടിങ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഈ പ്ലാൻ ഹണ്ടിങ് നിർത്താറായില്ല എന്ന് മാത്രം ആരും കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കരുത്. കാരണം നമ്മുടെ ചാനലിൽ 99% പ്ലാൻ ഹണ്ടിങ് വീഡിയോസ് ആണ്. അല്ലെങ്കിൽ ഒരു പ്ലാന്റ് അധിഷ്ഠിതമായ ചാനലാണല്ലോ ഗൈസ് നമ്മുടേത്. അപ്പോഴേ നമ്മൾ ഒരു 5-6 മാസം കൊണ്ട് വീഡിയോ ചെയ്യുന്നില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യും. ഇന്ന് നമ്മുടെ പ്ലാൻ ഹണ്ടിങ് ഐറ്റം എന്ന് വെച്ചാൽ ബോൺസായി ഹണ്ടിങ് ആണ്. നമ്മൾ ഇതിന് മുന്നേ ഒരു ബോൺസായി ഹണ്ടിങ് ചെയ്തിരുന്നു. പണ്ടാരം ഹിറ്റായിരുന്നു അതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അത്രയും അഭിരുചിയുള്ള കാര്യമാണ് പ്ലാൻ ഹണ്ടിങ്, അല്ല ബോൺസായിയെ കുറിച്ച് അറിയാനും ബോൺസായി വളർത്താനൊക്കെ നമുക്കൊരു അഭിരുചി ഉണ്ടല്ലോ, അത് തന്നെയാണ് എനിക്കുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ബോൺസായി ഹണ്ടിങ് തിരഞ്ഞെടുക്കാൻ കാരണം ഈ നമ്മൾ ചെയ്യുന്ന ബോൺസായി എന്താണ്, ഏതെങ്കിലും കടയിൽ പോയിട്ട് ബോൺസായി അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നൊരു ബോൺസായി പർച്ചേസിങ് അല്ല, ബോൺസായി ഹണ്ടിങ്. നമ്മുടെ ഈ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കാണുന്നുണ്ടല്ലോ, നദി, കുന്ന്, മല, കാട് എല്ലാം ഉണ്ട്. അപ്പോൾ തനി നാട്ടുപുറത്തുകാരനാണ് ഞാൻ, നമ്മുടെ ഒരു നാട്ടുപുറത്താണ്. അപ്പോൾ ഇവിടെ കുറേ കുന്നുകളുണ്ട്, പാറക്കെട്ടുകളുണ്ട്. എൻ്റെ എല്ലാ വീഡിയോസിലും നിങ്ങൾ ഇവിടുത്തെ പാറകളും കുന്നുകളും എല്ലാം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ കുന്നിൽ നാച്ചുറലായിട്ട് വളരുന്ന മുരടിച്ച് വളരുന്ന, നമ്മളിവിടെ മുരടിച്ചെന്ന് പറഞ്ഞാൽ കുരടിച്ച് ചെറുതാക്കി വളരുന്ന ഇത്തരം നാച്ചുറൽ ബോൺസായി ഞങ്ങൾ പോയി കണ്ടെത്തിക്കൊണ്ട് വരും. അത് കൊണ്ടുവന്ന് ഒരു ബോൺസായി ചട്ടിയിലാക്കിയിട്ട് നമ്മൾ വളർത്തും. ഇതാണല്ലോ നമ്മുടെ ബോൺസായി ഹണ്ടിങ്. അല്ലെങ്കിൽ വല്ലാത്ത ബോൺസായൊക്കെ വാങ്ങിക്കാൻ ചിലപ്പോൾ 10,000-ങ്ങളാവും, നമ്മളതങ്ങ് പൈസയൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളെ തിരഞ്ഞെടുക്കാൻ കാരണം നമ്മുടെ പ്രദേശത്ത് മഴയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മഴയായി കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ചെടികൾ നമ്മൾ കണ്ടുവച്ചേക്കുന്ന ഈ ബോൺസായി മരങ്ങളുണ്ടല്ലോ, നമ്മൾ എങ്ങും കണ്ടുവച്ചിട്ടില്ല, ഈ കുന്നു കയറി പോയി എവിടെന്നെങ്കിലും കിട്ടും. ഇത് കുറച്ചുകൂടെ തടിച്ച് വളരും, കുറച്ചുകൂടെ ഇലയൊക്കെ വലുതായി വളരും. അപ്പോൾ ആ ബോൺസായിയുടെ ഘടന മാറും. അപ്പോൾ അതിന് മുന്നേ, ഈ മഴക്കാലത്തിന് മുന്നേ നമുക്കൊരു 1-2 ബോൺസായും കൂടെ നമുക്ക് 5-6 നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കളക്ഷനിലോട്ട് 1-2 കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം. അതുകൊണ്ടൊരു ബോൺസായി ഹണ്ടിങ് വീഡിയോ ആണ്. ഞാനും ഉണ്ണി നമ്മുടെ ക്യാമറാമാനാണ്, തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ എൻ്റെ കൂടെ ഇന്നൊരു ബോൺസായി ഹണ്ടിങ് വീഡിയോ ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മച്ചന്മാരെ, അപ്പം നമ്മൾ കുന്നിലോട്ടുള്ള യാത്ര തുടരുകയാണ്. വണ്ടി വലിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കമ്പനി മ്യൂസിക് കുന്നു കയറി വണ്ടി വന്നിറങ്ങിയാലും. മച്ചന്മാരെ, ഒരു മരം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടോ, ഇത് അത്ര അങ്ങോട്ടൊരു സൈസ് ആയില്ല കേട്ടോ. ഇതൊരു സൈസ് ആയിട്ടില്ല. സൈസാന്ന് വെച്ചാൽ വളരെ വലുതായിപ്പോയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാമെന്ന് വെച്ചാൽ നമ്മുടെ ഉദ്ദേശം നമുക്ക് മുരടിച്ച് വന്നില്ല. ഇതിൻ്റെ വേര് നിങ്ങൾ കാണുന്നുണ്ടോ, പാറയിൽ വളരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇത്രയും ദ്രോഹം ചെയ്യുന്നോ എന്ന് ചോദിക്കരുത്. നമ്മൾ ഇതിൻ്റെ ഒരു വേര് ഇഞ്ഞ് താഴോട്ട് ഇറങ്ങി മണ്ണിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ വേരിഞ്ഞ് മണ്ണിൽ വന്നത് കൊണ്ടാണ് ഇത് ഇത്രയും വളർന്നു പോയത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തണ്ട് അവിടെ വെച്ച് നമ്മളൊന്ന് കട്ട് ചെയ്ത് വിടാൻ പോവുകയാണ്. എന്നിട്ട് ഈ വേരും ഒന്ന് കട്ട് ചെയ്ത് വിടാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ വളർച്ച ഒന്ന് മുരടിക്കുക. അത് കഴിഞ്ഞ് 1 മാസത്തിനകം നമുക്ക് വന്നതിനെ പൊക്കാം. അച്ഛന്മാരെ, അപ്പോൾ ഇതിനെ നമ്മൾ എന്തായാലും എടുക്കും കേട്ടോ. എടുക്കാൻ നശിപ്പിച്ച് പോകുന്നില്ല. പക്ഷേ ഇപ്പോഴല്ല, 1 മാസം കഴിഞ്ഞേ എടുക്കത്തുള്ളൂ. ഇത് നമ്മുടെ ഇതൊന്നും വനമല്ല കേട്ടോ. വനത്തിലെ ചെടികളൊക്കെ നശിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ അകത്തായി പോകും. ഇതൊക്കെ ഒരു പ്രൈവറ്റ് വസ്തുക്കളാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഈ വേര് കണ്ടോ, ഈ വേരാണ് ഉണ്ണി ഒന്ന് കാണിച്ചേ. ഈ വേരാണല്ലോ ഇതിന് ഇത്രയും വളരാൻ കാരണമായത്. അപ്പോൾ ഇതിനെ നമ്മൾ ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. ഉണ്ണി ഞാൻ അടുത്തൊന്ന് കാണിച്ചേ. വേര് കട്ട് ചെയ്യുന്ന കാണിച്ചു. ഈ വേര് ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്തൊന്ന് ഇവിടെയാണ്. ഇത്രയും ദ്രോഹിയാണോ എന്നങ്ങ് ചോദിച്ചളയരുത് കേട്ടോ. ഇതൊക്കെ ഇതിവിടെ നിന്നിട്ട് ഒരു ഉപയോഗമില്ലല്ലോ അപ്പോൾ ഈ വേര് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോണേന്ന് വെച്ചാൽ, ഇത് കണ്ടോ, ഈ പ്ലാന്റിൻ്റെ ഇത്രയും ഭയങ്കരമായിട്ട് പൊങ്ങിപ്പോയി. ഈ പൊങ്ങിയത് ഇത്രയും ആവശ്യമില്ല വെച്ചാൽ നമുക്ക് ആവശ്യമില്ല. ഇത് ഇങ്ങനെ നമ്മളെന്ത് ചെയ്യുന്നു, ഇവിടെ വെച്ച് ഇത് ഒന്ന് കട്ട് ചെയ്യണം. അയ്യോ അമ്മേ, വീണ് യെസ്. അപ്പോൾ മച്ചന്മാരെ, ഇതിൻ്റെ തണ്ട് നമ്മൾ ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്ത് വിടാൻ പോവുകയാണ് കേട്ടോ. ഇത്ര മതി. ഇത് പെട്ടെന്ന് ഇളകി വരുന്ന ഒരു മരമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട വേര് നമ്മൾ കട്ട് ചെയ്ത് വിട്ട് ഇതിൻ്റെ തണ്ട് ഒന്ന് മുറിച്ച് വിട്ട് 100% ഇത് വളരും. അപ്പോൾ വളർന്ന് നമുക്ക് പറ്റിയൊരു ഷേപ്പ് ആകുമ്പോൾ നമ്മൾ 1 മാസത്തിനകം നിങ്ങളെ തന്നെ കാണിക്കും ഇത് ഇവിടെ നിന്ന് എടുക്കും. അപ്പോൾ തൽക്കാലം നമ്മൾ ഇത് ഇവിടെ നിന്ന് എടുക്കുന്നില്ല, നമുക്ക് വേറെ നോക്കിയിട്ട് വരാം. മച്ചന്മാരെ, ഇതൊരു വലിയ പാറക്കെട്ടാണ് കേട്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. എവിടെയെങ്കിലും നമുക്ക് ഇത് ഒരു റബ്ബർ തോട്ടമാണ് കേട്ടോ, വനമല്ല. ഒന്നുകൂടെ പറയണം, വനമല്ല. അപ്പോൾ ഇവിടെ ഓരോ പാറക്കെട്ടും നമുക്കൊന്ന് കയറി ഇറങ്ങി നോക്കാം. മച്ചന്മാരെ, ഇവിടെയൊക്കെ അടുത്ത കാലത്ത് വന്ന് തൊഴിലുറപ്പ് വരാണ്ട് ഇവിടെ മൊത്തം കാടെല്ലാം പറിച്ചു തോന്നുന്നു കേട്ടോ. ഇതൊരു കുന്നാണെങ്കിൽ റബ്ബറാണല്ലോ, റബ്ബറിൻ്റെ ഇടയിലൊക്കെ കാടെല്ലാം പറിച്ചു. ഒന്നും കാണുന്നില്ല. കളി വിട്ട് ക്ഷീണിച്ച് മച്ചന്മാരെ, ക്ഷീണിച്ച്.
അച്ഛന്മാരെ നമ്മൾ കയറി വന്നപ്പോൾ പാറയിലൊരു അടിപൊളി ഫാൻ നിൽക്കുന്നുണ്ടോ? അടിപൊളിയല്ലോ. പക്ഷേ ഇതൊരു ഫാൻ ഹണ്ടിങ് അല്ല, അതുകൊണ്ട് തൽക്കാലം നമ്മളിത് ഒഴിവാക്കുന്നു. അച്ഛന്മാരെ ഇത് കണ്ടോ, അറിയാമല്ലോ, വൈൽഡ് ബിഗോണിയാണ്. ഇതും ഒരു പാറയിൽ ഇങ്ങനെ ബോൺസായി ബിഗോണി അല്ലേ, ഇതും ഒരു പാറയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. മച്ചന്മാരെ ഒരു പണ്ടാര സാധനം കേട്ടോ. ഇത്രയും നാൾ നമുക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും അടിപൊളി ഒരു ബോൺസായി. വിളിവാ കണ്ടോ, ഇങ്ങോട്ട് ക്യാമറ ഇങ്ങോട്ട്. മച്ചന്മാരെ ദാ നിൽക്കുന്ന തനി ബോൺസായി. ഇത് കൊണ്ടുവന്ന് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് കണ്ടോ, അയ്യോ അടിപൊളി ബോൺസായാണ് മക്കളെ, വെടിക്കെട്ട് സാധനം. കണ്ടോ, ഞാൻ ഒന്നുകൂടെ ലോങ് വ്യൂ കാണിച്ചു തരാം. കണ്ടോ, തനി ബോൺസായി. ഇതൊന്നും ഇനി കണ്ട ഇലയൊക്കെ വളരെ ചെറിയ സൈസ്. എനിക്ക് ഇത്രയും നാൾ കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും നല്ല ബോൺസായിയാണ് കേട്ടോ ഇത്. ഈ സമയത്ത് നമ്മൾ കണ്ടെത്തിയാൽ നന്നായി, അല്ലെങ്കിൽ നോക്കിയാണ് ഒരു വേര് താഴോട്ട് പോവുമായിരുന്നു, അതിൽ നിന്നൊരു കുഞ്ഞ് പൊടിച്ച് വരുന്നുണ്ട്. അപ്പോഴേ എങ്ങനെ ഒന്നുകൂടെ കണ്ടോളൂ നിങ്ങൾ. ഈ ബോൺസായി ഹാൻഡിങ് ഇറങ്ങിയപ്പോൾ ഇത്രയും അടിപൊളി ഒരു ചെടി കിട്ടുമെന്ന്, ഒരു പ്ലാന്റ് കിട്ടുമെന്ന്, അതും കറക്റ്റ് ബോൺസായി സൈസ്. മറ്റാണെങ്കിൽ നമ്മളിവിടുന്ന് പ്രൂൺ ചെയ്തൊക്കെ ബോൺസായി ആക്കണം. ഇത് അടിപൊളി ഈ പാറയിൽ നിൽക്കുന്ന ഒരു ബോൺസായി. ഭയങ്കര സന്തോഷം കേട്ടോ, ഭയങ്കര സന്തോഷമാണ്. ഇത്രയും നാളായിട്ട് ഇതിനെ ആരും കണ്ടെത്തിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ് എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ എന്തായാലും ഉണ്ണി വാ, ഇത് ഉണ്ണി എടുത്തോളണേ. കേട്ടോ, അടിപൊളി ബോൺസായാണ്. ഇതിന് ഈ താഴോട്ട് ഈ വേര് വന്നേക്കുന്നുണ്ടോ, ഇതിൻ്റെ ബലത്തിലാണ് ഇത് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വേര് നമ്മളൊന്ന് കട്ട് ചെയ്യണം. മച്ചാന്മാരെ ഭയങ്കര സന്തോഷം. അയ്യമ്മ തൊട്ടതേ ഉള്ള ഇളവി ഒന്ന് അടിപൊളി. മച്ചാന്മാരെ ഭയങ്കര സന്തോഷം കണ്ടോ. ഈ ഭയങ്കര സന്തോഷം എന്ന് വാക്ക് ഒരുപാട് ആയിപ്പോണുണ്ടല്ലേ. അടിപൊളി ഒരു ബോൺസായി. നോക്കിയിട്ട് ഇതേ കണക്ക് തന്നെ, ഇതേപോലെ തന്നെ ഒരു ചെടിച്ചട്ടിയിൽ വയ്ക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശം വന്ന കാര്യം നടന്നിട്ടുണ്ട്. അടിപൊളി ബോൺസായി. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ഇത് അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ഈ ക്യാമറയിൽ നമ്മുടെ ഒരു ചെറിയ ഫോണാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അത്ര ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ വന്നതിൽ ഭയങ്കര സന്തോഷം കേട്ടോ. ഇത്രയും അടിപൊളി ഒരു ബോൺസായി പ്ലാന്റ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതും ഈ പാറക്കെട്ടിൽ നിന്നിട്ട്. ഇതൊരു ചെറിയ റോഡ് സൈഡാണ് കേട്ടോ, ചെറിയ തടം. അപ്പോൾ ഈ സൈഡിലൊക്കെ നിന്നിട്ട് പോലും ആരും ഇത് കണ്ടെത്തിയില്ല എന്നതിലാണ് ഭയങ്കര സന്തോഷം. അപ്പോൾ എന്തായാലും നമുക്ക് ഒരെണ്ണം കിട്ടി, ഇനി ഒന്നുകൂടെ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഒരെണ്ണം കിട്ടി, ഇനി ഒരെണ്ണം കൂടെ വേണം. ഈ കാടൊക്കെ ഒന്ന് കയറി വേടാ ചേട്ടാ, ഈ കാടൊക്കെ ഒന്ന് കയറി നോക്കാം. അയ്യോ, ഇത് കാട് എന്ന കാട്ട് പോലെ ആയിപ്പോയല്ലോ. അച്ഛന്മാരെ എങ്ങനെയുണ്ട് നമ്മുടെ നാട്? അപ്പോൾ എന്നോടൊപ്പം ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്ന് പ്ലാൻ ഹണ്ടിങ് ചെയ്യാൻ താല്പര്യമുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നല്ല പറയുന്നത്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, ഈ പ്ലാൻ ഫാമിലിയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിങ്ങനെ കാണിച്ചെന്താ അറിയാമോ? എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, ക്യാമറ വീഡിയോ ചെയ്യുന്ന നേരത്ത് മൈക്കിൻ്റെ അടുത്ത് വെച്ചാൽ ഇങ്ങനെ കാണിച്ചാൽ മൈക്കിൽ നല്ല സൗണ്ട് കിട്ടും, അതൊക്കെ വീഡിയോ ഒന്ന് ഗുമ്മാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും നമ്മുടെ വിഷയം അതൊന്നുമല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ ഒന്ന് എന്നോടൊപ്പം പ്ലാൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പറയണം. ഒപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിലും ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെയൊക്കെ നമുക്ക് ചെന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ, വെറുതെ എക്സ്പ്ലോർ ചെയ്യാൻ അല്ല, പ്ലാന്റിൻ്റെ കാര്യത്തിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കണം. എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. മച്ചന്മാരെ പൊളിച്ച് ഇന്ന് രണ്ടാമത്തെ ബോൺസായി എന്ന് വെച്ചാൽ ഇതൊരു വെടിക്കെട്ട സാധനമാണ്. കണ്ടോ, ഈ ഒരു നല്ല കുറേ മരങ്ങൾ നിൽക്കുന്ന ഒരു കാടാണിത്. ഈ മരങ്ങൾ നിൽക്കുന്നിടമാണല്ലോ കാട്. മച്ചന്മാരെ എനിക്ക് ആ സന്തോഷത്തിൽ പറയുന്ന എന്തൊക്കെയാണെന്ന് വരെ വിട്ടു പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ പണി ആയുധങ്ങൾ എന്തായാലും കൊള്ളാം. ഇതും ഒരു പണ്ടാര സാധനം, എങ്കിലും ആദ്യം കിട്ടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് അതിനേക്കാളും പ്രായമുള്ളതാണ്. നല്ല മുരടിച്ച് നല്ല കുരടിച്ച് നിൽക്കുന്ന നല്ല അങ്ങനെയൊക്കെ വാക്കുകളുണ്ട് കേട്ടോ, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊക്കെ വാക്കുകളുണ്ട്. അപ്പോഴാ ബോൺസായി മാറിപ്പോയോ. ഇങ്ങ് വാ മച്ചന്മാരെ, ഇതാ നിൽക്കുന്നത് നമുക്ക് നേരത്തെ കിട്ടിയ അതേ ആലിൻ്റെ ഒരു വർഗ്ഗം തന്നെയാണ്, ഒരു ഫൈക്കസിൻ്റെ വർഗ്ഗം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ മൂട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് എൻ്റെ പ്രധാന വേരായിട്ട് പോയേക്കുന്നത്. അപ്പോൾ ആ പോയേക്കുന്നതിനൊരു ഭംഗിയുണ്ട് കണ്ടോ. എൻ്റെ ക്യാമറയ്ക്ക് ഇത്രയും അടിപൊളിയായിരുന്നോ? മച്ചന്മാരെ എങ്ങനെയുണ്ട്? ഇതിവിടം വെച്ച് നമ്മൾ കട്ട് ചെയ്യും. ഇതാണ് നമ്മുടെ അടുത്ത ബോൺസ്. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഒന്നുകൂടെ കണ്ടോളൂ, അടിപൊളി. അപ്പോൾ നമ്മൾ വന്ന കാര്യം എന്തായാലും നടന്നിട്ടുണ്ട്. മച്ചന്മാരെ ഇത് കട്ട് ചെയ്യാനായിട്ട് ഞാൻ വന്നപ്പോഴാണ് മനസ്സിലായത് കേട്ടോ, ഇത് നമ്മൾ നിങ്ങളുടെ ക്യാമറയെ കണ്ടു കണക്കല്ല, പണ്ടാര സാധനമാണ്. കാരണം ഇതിൻ്റെ മൂട് ഒരുപാട് പഴക്കമുണ്ട്. അപ്പോൾ നമ്മുടെ പണിയായുധം വെച്ച് നമുക്ക് എന്തായാലും ഇതിന് ആദ്യം പ്രധാനപ്പെട്ട വേര് ഇതാണ്.
ഈ വേരിന് കണ്ടോ, ഈ വേര് ഒന്ന് അടുത്ത് കാണിച്ചാൽ കണ്ടോ, ഈ വേര് നല്ല ഭംഗിയാണ്. അടുത്ത് കുറച്ചുകൂടെ കാണിക്കുന്നേ കണ്ടോ, നല്ല ഭംഗിയാണ് ഈ വേര്. അപ്പോൾ ആ വേര് ഇനി താഴെ വരെ പോയിട്ടുണ്ട്. എത്രത്തോളം നമുക്ക് വേണ്ടി വരുമെന്ന് വെച്ചാൽ ഇതുവരെ മതി. അപ്പോൾ ഇവിടെ വെച്ച് നമ്മളത് കട്ട് ചെയ്യണം. നമ്മുടെ ടൈം കത്തിയായിരുന്നെങ്കിൽ, അല്ല തേപ്പ് കരണ്ടി ആയിരുന്നെങ്കിൽ പണി പാളിപ്പോരാ. അപ്പോൾ അടിപൊളി. ഇനി ഒരു കുഞ്ഞ് വേരൂടുണ്ട്, ആ വേര് ഇതുവരെ മതി. അപ്പോൾ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട വേരുകൾ മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മൂട് ഭാഗമാണ്, അത് കട്ട് ചെയ്യുന്ന മുമ്പ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് ചെടിച്ചട്ടിയിൽ ഇതിങ്ങനെ ആക്കി നിർത്തിയിരുന്ന ഉള്ള ഭംഗിയുണ്ടോ? ഇത്രയേ ഉള്ളൂ. അയ്യവ, എൻ്റെ മൂട് കണ്ടോ. ഉണ്ണി ഇങ്ങനെ വെച്ചേക്കണേ, ഇങ്ങനെ പിടിച്ചേക്ക്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നത് ആ ഒരു ഭംഗിക്ക് കൂടെ കിട്ടും. അതുകൊണ്ട് ഇവിടെയാണ്, ഇതിനകത്തോട്ട് കയറി പോയിട്ടുണ്ട്. ഇടത്തുകൂടെ അടുത്ത് ഉണ്ണി, ഇവിടെയാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അയ്യവാ മച്ചാനെ പൊളിച്ച്, മച്ചാന്മാരെ പടപ്പൊണ്ടാര സാധനം നോക്ക്. ഇങ്ങനെ തന്നെ നമ്മൾ കൊണ്ട് നടും, ഇങ്ങനെ കൊണ്ട് നടും. കണ്ടോ, ഈ കമ്പ് നമുക്ക് യഥാർത്ഥത്തിൽ ഇത് ആവശ്യമില്ല. ഈ കമ്പ് നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് കളയും. ഈ കമ്പ് ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നില്ല, വീട്ടിൽ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്താൽ ഇങ്ങനെ, അല്ല ഇവിടെ വെച്ച് തന്നെ ഒന്ന് കട്ട് ചെയ്യാൻ നോക്കിയോളൂ. ഇങ്ങോട്ട് എന്നെ കാണിച്ചോണ്ണേ മച്ചാന്മാരെ. ഈ കമ്പ് കട്ട് ചെയ്ത് കളയുന്നതെന്ന് വെച്ചാൽ ഈ കമ്പ് ഇരുന്നാലും കൊള്ളാം, പക്ഷേ ഈ കമ്പിൽ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ അഫങ്ങി കണക്ക് തോന്നും കേട്ടോ. അതുകൊണ്ട് അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഓക്കെ, ഇനി കാണിക്ക്. എൻ്റെ പൊന്ന് മച്ചാന്മാരെ, കിണ്ണം കാച്ചി സാധനം. കാരണം ഇത് ഇതേ കണക്കാണ് നടന്നത് കേട്ടോ. ഇതേ കണക്ക് നട്ടിട്ട് ഇവിടെയാണ് മണ്ണിടാൻ പോകുന്നത്. ഇവിടെ മണ്ണിട്ട് ഒരു റോക്കിലായിരിക്കും വെക്കാൻ പോകുന്നത്. ഇതിങ്ങനെ തന്നെ കിടക്കും, ഇതിങ്ങനെ തന്നെ കിടക്കും. എൻ്റെ കണ്ടോ ഈ ഭാഗത്ത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിന് ചെടിച്ചട്ടിയിൽ അല്ലെങ്കിൽ ഒരു പാറയിലാണ് വെച്ചിട്ട് വേണ്ട. എൻ്റെ കൈയാണ് പാറയെങ്കിൽ മച്ചാന്മാരെ, അല്ലെങ്കിൽ ഞാനൊരു പാറ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതാണ് തൽക്കാലം ഇതാണൊരു പാറയെങ്കിൽ, ഇതാണ് പാറയെങ്കിൽ ഇതിനകത്ത് വേണ്ട നമ്മൾ വേണ്ട വീട്ടിൽ സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും ഈ ബോൺസായി വയ്ക്കാൻ പോണത്. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ ഇന്ന് തൽക്കാലം ഇവിടെ വെച്ച് നിർത്തേണ്ട കാരണം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇവിടെയൊക്കെ കൊണ്ട് ഒരു പുല്ല് കൊണ്ട് ചെറുതായിട്ട് മുറിയുകയും ചെയ്തു. അത് മാത്രമല്ല, ഭയങ്കര സന്തോഷം. നമ്മൾ ഉദ്ദേശിച്ച് വന്നത് ഇങ്ങനെയുള്ള ബോൺസായി അല്ല, വലിയ ഏതെങ്കിലും കുറച്ച് അല്പം വളർന്ന് നിൽക്കുന്നത് കൊണ്ടൊന്ന് പ്രൂൺ ചെയ്ത് ബോൺസായി ആക്കാമെന്നുള്ള രണ്ടെണ്ണമാണ് തിരക്കി വന്നത്. അപ്പോൾ കിട്ടിയ രണ്ടെണ്ണം നമുക്കൊന്ന് കാണാം മച്ചാന്മാരെ. അപ്പോൾ ഇന്നൊരു പൊളി പ്ലാൻ ഹണ്ടിങ് ആയിരുന്നു. അടിപൊളി 2 ബോൺസായിയാണ് കിട്ടിയത്. ആ ബോൺസായി ഒന്ന് കാണാം നമുക്ക്. ഇവിടെ നമ്മൾ പാറയെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം കിട്ടിയതാണ് കേട്ടോ. എനിക്ക് അതിൻ്റെ ഈ ഭാഗമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കണ്ടോ, ഈ വേരിങ്ങനെ, ഇതാണ് ആദ്യത്തെ അത് ചെടി. നമ്മളിങ്ങനെ വെച്ച് കാണിച്ച കണ്ടോ, ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു പാറ വെക്കാൻ പോകുന്നത്, ഒരു കല്ല് വെക്കാൻ പോകുന്നത് ഈ ഭാഗത്താണ്, ഇവിടെയാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ നിൽക്കും ബോൺസായി. അതാണ് ഫസ്റ്റ്. ആൻഡ് സെക്കൻഡ് വൺ ഇതാണ്. ഇത് അടിപൊളി. ഇതൊന്നും ചെയ്യണ്ട, കൊണ്ട് അങ്ങോട്ട് നട്ട് കഴിഞ്ഞാൽ മതി. അടിപൊളി. കണ്ടോളൂ, അതിൻ്റെ ഭംഗി കുറച്ചുകൂടെ ഇരുന്ന് കണ്ടോളൂ. എങ്ങനെ ഉണ്ട്? ഒരു അടിപൊളിയല്ലയോ? ഇതും കൊള്ളാം കേട്ടോ, ഇതും അടിപൊളിയാണ്. 2 അടിപൊളി ബോൺസായിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് പിന്നെ ഒരു ഗുമ്മിന് വേണ്ടി ഞാൻ പറിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയല്ലേ? ഏറ്റവും ഭംഗി എൻ്റെ ഈ ബോൺസായികൾ തന്നെയാണ് അല്ലേ? വേണ്ട, അതൊന്നും പ്രൂൺ ചെയ്യേണ്ടത്, ആരൊക്കെ നാച്ചുറലായിട്ട് ട്രെയിൻ ചെയ്ത് വന്ന സാധനമാണത്. ഇതും കൊള്ളാം. ഇത് ഇത്രയും ഇത് നീളമുള്ളത് വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇവിടം വെച്ച് കട്ട് ചെയ്യാം. കാരണം ഇവിടുന്ന് വേണ്ട ചെറിയ വേര് പൊടിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വേരുകൾ മതിയാകും. എങ്കിലും ഈ താഴെയുള്ള വേരുകൾ തുടക്കത്തിൽ നമ്മൾ നിർത്തിയേക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ ഇന്നത്തെ ഈ ബോൺസായി ഹാൻഡിങ് വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ തുടങ്ങി അതേ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നത്. വൈൻഡപ്പ് ചെയ്യുന്നതിനും ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഇത്തരത്തിലുള്ള പ്ലാൻ ഹാൻഡിങ്ങിലൂടെ കളക്ട് ചെയ്യുന്ന പ്ലാന്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നതിനും മറ്റ് പ്ലാന്റുകളെക്കുറിച്ചും മറ്റ് ചെടികളെക്കുറിച്ചൊക്കെ, പ്ലാന്റ് ചെടി ഒന്നല്ലേ, മറ്റ് അലങ്കാര ചെടിയും ഇങ്ങനെ ബോൺസായി പോലുള്ള ചെടികളെക്കുറിച്ചുള്ള ചർച്ചകൾക്കൊക്കെ വേണ്ടി നമുക്കൊരു സാൻബീസ് പ്ലാൻസ് എന്ന വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. വാട്സപ്പ് കൂട്ടായ്മയുടെ ലിങ്ക് വളരെ ആക്റ്റീവായിട്ടുള്ള ഗ്രൂപ്പാണ്. വാട്സപ്പ് കൂട്ടായ്മയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. താല്പര്യമുള്ളവർ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ട് അറിവുകൾ പങ്കുവെച്ചങ്ങോട്ട് വളരെ നമുക്കെല്ലാം കൂടെ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യസമയം നിങ്ങളിലോട്ട് എന്നാണ്. ദിസ് ടൈം ദിസ് ഈസ് അൻവി സൈനിങ് ഓഫ്.